മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർമ്മല മാതാവിൻ്റെ ഉത്തരീയറാണിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും നന്മകളും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഉത്തരീയ ഭക്തരായി നമുക്ക് ഇതൊരു പ്രത്യേക പ്രാധാന്യമുള്ള വർഷമാണ്. 1251 ജൂലൈ 16 മാതാവ് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് തിരുവുത്തിരിയം നൽകിയത്. ഉത്തിരിയ വാഗ്ദാനം പ്രത്യേകിച്ചും നിത്യശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും, നിത്യശിക്ഷയിൽ വീഴുകയില്ല, നരകത്തിൽ നിവധിക്കുകയില്ല എന്ന ഒരു വലിയ ഉറപ്പ് മാതാവ് നൽകിയത് ഈ ഉത്തിരിയം തന്നപ്പോഴാണ്. അങ്ങനെ ഈ ഉത്തിരിയം തന്നതിൻ്റെ 775 വർഷത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. 1251 മുതൽ ഇന്ന് വരെയുള്ള വർഷങ്ങളുടെ എണ്ണം എടുത്താൽ 775 വർഷങ്ങളാവും. 775 വാർഷികമായ ഈ വർഷം ജൂലൈ 16 മുതൽ അടുത്ത വർഷം ജൂലൈ 16 വരെ ഉള്ള ഒരു വർഷം ജൂബിലി വർഷമായി 775 വാർഷിക വർഷമായി നമ്മൾ ആചരിക്കുകയാണ്. പ്രത്യേകിച്ച് മാതാവിനോട് പ്രത്യേകമായ ഭക്തിയും ആദരവും നന്ദിയും കാണിക്കുവാൻ, ഈ ബുദ്ധിയും കൂടി പ്രചരിപ്പിക്കുവാൻ, എല്ലാവർക്കും അത് എത്തിക്കുവാൻ ഒക്കെയുള്ള ഒരു പ്രത്യേകമായ ദൗത്യം ഈ വർഷം ജീവിക്കുവാൻ വിളിക്കപ്പെട്ട നമ്മുടെ ഒരു പ്രത്യേകമായ ഭാഗ്യമാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ആനുകൂല്യമാണ്. ഈ വർഷം നമ്മൾ അത് തക്കവണ്ണം വിനിയോഗിക്കാൻ പരിശ്രമിക്കുക. നമ്മൾ അതിനുവേണ്ടി ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ 2026 ജൂലൈ 16 മുതൽ 2027 ജൂലൈ 16 വരെയുള്ള ഒരു വർഷം ജൂബിലി വർഷമായി നമ്മൾ ആചരിക്കും. ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകമായും 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഉത്തരീയ കർമ്മല മാതാവിൻ്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രദർശനം. കേരളത്തിലെ എല്ലാ രൂപതകളും കടന്ന് വരത്തക്കവണ്ണം വിശാലമായ, വളരെ ഗൗരവപൂർവമായ, പ്രധാനപ്പെട്ട ഒരു കർമ്മല മാതാവിൻ്റെ പ്രയാണം ആയിരിക്കും അതിനായി നമ്മൾ നടത്തുന്നത്. ഇനി രണ്ടാമത്, പരിശുദ്ധ കുർബാന. മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദർശനം പോലെ തന്നെ കേരളത്തിലെ എല്ലാ രൂപതകളിലും കഴിയാവുന്നിടത്തോളം ഇടവുകളിലൊക്കെ അത് സന്ദർശിച്ച് ഒരു ദിവ്യകാരുണ്യ തീർത്ഥയാത്രയും നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അലങ്കരിച്ച ഒരു പ്രത്യേകമായ വാഹനത്തിൽ പരിശുദ്ധ അരളിക്ക് വച്ചുകൊണ്ട് ഗാനങ്ങളും പാട്ടുകളുമൊക്കെയായി തീർത്ഥയാത്രയായി ഈ വാഹന ജാഥ മുന്നോട്ട് നീങ്ങും. നിർദ്ദിഷ്ട പള്ളികളിൽ നിർത്തി അവിടെ ചെറിയ പ്രാർത്ഥനയും ആശീർവാദവുമൊക്കെ നടത്തും. അങ്ങനെ മുന്നോട്ട് യാത്ര നീങ്ങിക്കൊണ്ടിരിക്കും, തിരിച്ച് ഇവിടെ എത്തുന്നത് വരെ. ഇതാണ് ദിവ്യകാരുണ്യ പ്രയാണം. ഇത് രണ്ടും വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലെല്ലാവരുടെയും പ്രത്യേകമായ സഹകരണവും ഉത്സാഹപൂർവമായ ഭാഗഭാഗിത്വവും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയാണ്, പ്രത്യേകം അപേക്ഷിക്കുകയാണ്. മാതാവിനോട് നമുക്ക് കാണിക്കുവാനുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുവാനുള്ള ഒരു വലിയ അസുലഭമായ അവസരമായി നമ്മളിതിനെ പരിഗണിക്കുകയും ചെയ്യാം. മാതാവ് നിങ്ങളെവരെയും സഹകരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ